ഹൈ ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു രാത്രിയിലെ ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി ഞങ്ങൾ ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അതവിടെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കറിയായിട്ട് മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മീൻ കറി റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കുളമീനാണ് കേട്ടോ. കുളത്തിൽ വളർത്തുന്ന മീൻ അവിടെ നിന്ന് പിടിച്ചു തന്നതാണ്. ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു തന്നിട്ടുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ തേങ്ങ നിറക്കാതെ മുളക് ചാറായിട്ടാണ് കേട്ടോ വെക്കുന്നത്. കുളമീനൊക്കെ നമ്മൾ മുളക് ചാറായി വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. കറി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ആ മീനിൻ്റെ തന്നെ കുറച്ച് പീസുകൾ നല്ല പീസുകൾ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നേരത്തെ തന്നെ ഞാൻ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയുണ്ട്. അതുപോലെ കറി ഒന്ന് വറവിട്ടെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറീൻ്റെ റെസിപ്പി ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഈ കറി നമ്മൾ സാധാ മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ മുളകും മല്ലി പിന്നെ അതുപോലെ വലിയ ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടാക്കി അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. മസാലപ്പൊടികളൊക്കെ വറുത്തെടുത്തിട്ട് വെച്ചിട്ടുള്ള കറിയാണ്. അതുപോലെ ഇനി മീനിന് പൊരിച്ചെടുക്കാൻ വേണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്കുള്ള ഫുഡ് റെഡിയായി. ഇന്ന് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അന്ന് മീൻ കറിയും അതുപോലെ മീൻ പൊരിച്ചെടുത്തതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മീൻ കറി സെറ്റായി കേട്ടോ. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കാൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കൽ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ രാത്രിയിലെ ഭക്ഷണം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ പൊരിച്ചെടുക്കാനുള്ള മീനൊക്കെ കുറച്ച് നേരത്തെ തന്നെ മസാലയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ മസാലയൊക്കെ ഒന്ന് മസാലപ്പൊടികളൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് മസാല തേക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി പിന്നെ അതുപോലെ കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടാണ് കേട്ടോ മീനിൽ മസാല ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണം നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ നമ്മൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ നല്ലപോലെ ചട്ടിയിൽ നിന്ന് തിരിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. ചില സമയത്ത് മീൻ പൊരിക്കുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കനിലാണെങ്കിലും മീനിലാണെങ്കിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ തിരിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. രണ്ടുപേരും ഇവിടെ നല്ല ജോലിയിലാണ് കേട്ടോ. ഈ ഒരു സ്വഭാവം എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കും ഫുഡ് കഴിക്കുന്ന സമയത്ത്. പിന്നെ അവർക്ക് ചോറ് കറിയൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു സ്വഭാവം എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ കുട്ടികൾക്ക്? അങ്ങനെ എൻ്റെ ചോറ് കറിയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.